നമസ്കാരം, എല്ലാവർക്കും എൻ്റെ ചാനലിലോട്ട് സ്വാഗതം. അപ്പം ഞങ്ങളിന്ന് നാലമ്പല ദർശനത്തിനാണ് പോണത്. നമ്മുടെ കർക്കിടക മാസത്തിൽ ഏറ്റവും നമ്മൾ കരുതുന്ന നാലമ്പല ദർശനം. നമ്മൾ നാലമ്പലം എന്ന് പറയുമ്പം ഫസ്റ്റ് നമ്മൾ ശ്രീരാമക്ഷേത്രം, അത് കഴിഞ്ഞ് ലക്ഷ്മണൻ, ഭരതൻ, ശത്രുഘ്നൻ, അങ്ങനെ 4 പേരെയും കണ്ട് നമ്മൾ ദർശനം നടത്താൻ ഭയങ്കര പുണ്യമായി നമ്മൾ കരുതണം. അപ്പം ഞങ്ങളുടെ അടുത്തുനിന്ന് വണ്ടി വിട്ടപ്പം ഞങ്ങൾ ഓടിക്കേറി ഇതേ പോയി നാലമ്പലത്തിലോട്ട്. ആദ്യമായാണ് ഞാൻ പോണത്. എൻ്റെ കൂടെ വന്നതിൽ കുറച്ച് പേരൊക്കെ ആദ്യമായിട്ടാണ് വന്നത്. ബാക്കിയൊക്കെ കുറച്ച് പേരൊക്കെ നേരത്തെ വന്നിട്ടുള്ളവരുമാണ്. അപ്പം ഞങ്ങൾ ആദ്യം പോയത് ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലാണ്. വലിയ തിരക്കൊന്നുമില്ല. ഞങ്ങൾ പോയ സമയം നാളെയാണ് തീരുന്നത്. ഞങ്ങൾ കർക്കിടക 31-നാണ് പോയത്. വലിയ തിരക്കൊന്നുമില്ല. ഞങ്ങളവിടെ ഇങ്ങനെ തൊഴുതു, നല്ലതുപോലെ തൊഴുതു. അത് കഴിഞ്ഞ് ഞങ്ങൾ പോണത് ലക്ഷ്മണൻ്റെ അടുത്തോട്ടാണ്. അപ്പം ഞങ്ങൾ പോണ വഴി കുറച്ച് കടകൾ. അപ്പം തിരിച്ച് നമ്മൾ ഈ 4 അമ്പലത്തിലും പോയി എന്ന് വെച്ചാൽ നമ്മൾ ബാക്കി നമ്മൾ ലാസ്റ്റ് ശ്രീരാമൻ്റെ അടുത്ത് പിന്നെയും വന്ന് തൊഴുത് വരണമെന്നാണ് വിശ്വാസം. അപ്പം ഞങ്ങൾ പിന്നെ വേഗം പോണത് ലക്ഷ്മണൻ്റെ അടുത്തോട്ടാണ്. അങ്ങനെ ഞങ്ങൾ ഇതേ ലക്ഷ്മണസ്വാമി ക്ഷേത്രത്തിലൂടെ ഞങ്ങൾ എത്തി. അവിടെയും വലിയ തിരക്കൊന്നുമില്ല. ഞങ്ങൾ സുഖമായിട്ട് അവിടെയും തൊഴാൻ പറ്റി. ഒരുപാട് വഴിപാടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓരോ വിശ്വാസം. അങ്ങനെ എല്ലാവരും, ഞാനുൾപ്പെടെ എല്ലാവരും വഴിപാടുകളൊക്കെ ചെയ്തു. പിന്നെ ഞങ്ങൾ പോണ ഭരതൻ്റെ ക്ഷേത്രത്തിലോട്ടാണ്. അങ്ങനെ ഭരതൻ്റെ ക്ഷേത്രത്തിലൂടെ ഒരു വലിയൊരു വഴിപാടാണ് മീനൂട്ടം എന്ന് പറഞ്ഞൊരു പ്രധാന വഴിപാടാണ്. പിന്നെ അവിടെ പ്രത്യേകം ഒരു മണ്ഡപം ഒരുക്കി പാദപൂജ ചെയ്യാറുണ്ട്. അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടുന്ന് ഞങ്ങൾ വേഗം ഊണിൻ്റെ സമയമായി. അങ്ങനെ ചെല്ലുന്ന സമയത്താണ് നമ്മുടെ ഓഗസ്റ്റ് 15 അപ്പം അവിടെ പതാക ഉയർത്തലും കാര്യങ്ങളാണ്. അങ്ങനെ അതെല്ലാം ഞങ്ങളും അതിൽ ഒത്തുകൂടി എല്ലാവരും ജനഗണമന ചൊല്ലി. പിന്നെ ഞങ്ങൾ അവിടുന്ന് ഉച്ചയൂണ് കഴിഞ്ഞ് ഞങ്ങൾ മെതിരി, ഉച്ച ഊണല്ല, രാവിലത്തെ അന്നദാനം ഒരു സമയം 10 മണിയായി. പിന്നെ ഞങ്ങൾ പോകുന്നത് ശത്രുഘ്നസ്വാമി ക്ഷേത്രത്തിലോട്ടാണ്. അവിടെയും പറയത്തക്ക തിരക്കൊന്നുമില്ല. അപ്പോൾ ഒരുവിധം വെയിലൊക്കെ ആയി. സുഖമായി അവിടെയും ഞങ്ങൾ തൊഴുതു. പിന്നെ അവിടുത്തെ കാഴ്ചയെന്ന് പറഞ്ഞ പുറത്തൊക്കെ നല്ല മലയും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല സൂപ്പർ ഒരു വ്യൂ ആണ്. നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാനും. പിന്നെ ഞങ്ങൾ തിരിച്ച് പിന്നെയും ഞങ്ങൾ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെത്തി. അങ്ങനെ ഞങ്ങൾ അവിടെ തൊഴുതു. എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ തിരിച്ച് ഉച്ചപൂജയ്ക്ക് മുമ്പ് എന്തായാലും ഈ 4 ക്ഷേത്രങ്ങളും തൊഴണം എന്നാണ്. അപ്പോൾ എന്തായാലും ഞങ്ങൾക്ക് ഉച്ചപൂജയ്ക്ക് മുമ്പ് തൊഴുത് കഴിയാൻ പറ്റി. 1 മണിയായപ്പോൾ ഞങ്ങൾ വീട്ടിലെത്തി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻ്റ് ഇടുക. അപ്പം എൻ്റെ ചാനൽ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ പോകരുത്, അതുപോലെ ലൈക്ക് ചെയ്യാതെ പോകരുത്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, മറക്കരുത്. ഓടിച്ചു പോകരുത്. സബ്സ്ക്രൈബ് ചെയ്തിട്ട് മാത്രം ഈ വീഡിയോ കാണുക. ഓക്കെ, ബൈ.